ഹലോ, ഹലോ. ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടാലോ? രാവിലെ ഒന്നും അല്ല ട്ടോ. എനിക്ക് രാവിലെ എണീക്കാൻ പറ്റില്ല. ഇന്നെൻ്റെ ഡേ ഓഫാ. ടൈം മുതൽ കണ്ടില്ലായിരുന്നു. 1:30 മണിയായി. സോ ഇതെന്റെ വിഷൻ ബോർഡാണേ. ഞാൻ ഭയങ്കര ആഗ്രഹിച്ചുണ്ടാക്കിയൊരു വിഷൻ ബോർഡാ അത്. അതിലുള്ള കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ട്ടോ. ഓക്കെ. സോ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ റൂമെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഇന്നലെ എടുത്ത കുറച്ച് ഒരു ചെറിയൊരു ഷോർട്ടിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സോ ഈ എഡിറ്റിംഗ് തുടങ്ങിയപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. വെറുതെ നമ്മൾ അനാവശ്യമായിട്ട് കുറേ വീഡിയോസ് എടുത്ത് വെക്കില്ല. അത് അവസാനം ഒരു തലവേദനയാവും. അതെല്ലാം കഴിഞ്ഞ് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടുപോയി അലക്കാനിട്ട് കഴിഞ്ഞിട്ട് കറി വെക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് മട്ടൻ എടുത്തു. ഈ ഒരു പോയിന്റ് ആയപ്പോഴത്തേക്കില്ലേ ഞാൻ ഒരു കാര്യം റിയലൈസ് ചെയ്തു. ഇത് ഈ ഡെയിലി ലൈഫ് സ്റ്റൈൽ വ്ലോഗിന്ന് മാറി ഒരു കുക്കിംഗ് വീഡിയോ ആയി മാറുന്നത് ഞാൻ ഇവിടുന്ന് റിയലൈസ് ചെയ്തു. കുറേയധികം ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കുറേ വീഡിയോസ്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പം കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതിലെ മെജോറിറ്റി ആയിട്ടുള്ള പോർഷനും ഈ കുക്കിംഗ് തന്നെയായിരിക്കും. പിന്നെന്താന്ന് വെച്ചെങ്കിൽ ഈ റെസിപ്പി ഇപ്പോൾ ഞാനിത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളിത് ഗ്രാജുവലി കാണും. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ടോന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഇതിന്റെ ഒരു റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. കാരണം ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു റെസിപ്പിയാ. അത് മാത്രമല്ല ഇതുവരെ ഉണ്ടാക്കിയിട്ട് നല്ല നല്ല ഒപ്പീനിയൻസ് മാത്രം കിട്ടിയിട്ടുള്ള, നല്ല ഒരു ഫീഡ്ബാക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു മട്ടൻ കറിയാണ്. ആൻഡ് ഈസിയുമാണ്. അതാണ് ഇതിന്റെ മെയിൻ. സോ എന്താ അറിയോ, ഞാനിവിടെ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത്. സോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇതെന്റെ ഫസ്റ്റ് വീഡിയോ എന്നുള്ള ഒരു കൺസിഡറേഷനിൽ അതങ്ങ് ഫോർഗീവ് ചെയ്യാം. അതേ എനിക്ക് പറയാനുള്ളൂ. സോ അങ്ങനെ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള ഉള്ളി, തക്കാളി എല്ലാ കാര്യങ്ങളൊക്കെ അരിയാനുണ്ടായിരുന്നല്ലോ. ഈ മീറ്റ് വേവുന്ന സമയത്ത് ഞാൻ അതെല്ലാം ചെയ്തു. എന്താ അറിയോ, ഞാൻ കുറേ ആഗ്രഹിച്ച് തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാട്ടോ ഇത്. കുറേ ആലോചിച്ച് തുടങ്ങണോ വേണ്ടേന്നുള്ളത്. കുറേയുടെ സ്ട്രെസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ഞാൻ എത്ര ആലോചിച്ചിട്ടുണ്ടെന്ന്. കുറേ ആലോചിച്ചതിന് ശേഷം തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാ ഇത്. ആദ്യത്തെ വീഡിയോസൊക്കെ ഇടാൻ, ഐ മീൻ ഷോർട്സൊക്കെ ഇടാൻ നല്ല പേടിയായിരുന്നു, ആൾക്കാർ എന്തെങ്കിലും പറയാന്നുള്ളത്. പക്ഷെ ഞാൻ ആ ഒരു ഗട്ട് ഫീലിങ്ങിലങ്ങ് തുടങ്ങി. ഇതെനിക്ക് ഇടയ്ക്ക് പറയണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ പറഞ്ഞതാട്ടോ. എല്ലാ വീക്കെൻഡിലും ഞാൻ വിചാരിക്കുവേ, അതായത് ഡേ ഓഫിനന്ന് ഞാൻ വിചാരിക്കും കിടന്നുറങ്ങണം. പൊതച്ച് മൂടി കിടന്നുറങ്ങണം. ഇതൊന്നും ചെയ്യാൻ പാടില്ലാന്ന്. പക്ഷെ ഇതൊന്നും നടക്കില്ല. ഒരു ഡേ ഓഫിന്റെ അന്നും ഇത് നടന്നിട്ടില്ല. എന്തെങ്കിലും കഴിക്കണമല്ലോ. ഇന്ന് കഴിക്കുന്നത് മാത്രമല്ല, ഇനി നെക്സ്റ്റ് ഡേയ്സിൽ വർക്കിന് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം. ഇതെല്ലാം വിചാരിച്ച് ആ മടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് അങ്ങ് കുക്ക് ചെയ്യും. ഇപ്പൊ നിങ്ങളവിടെ കുറച്ച് പാത്രത്തിന്റെ അടിയിലൊക്കെ മസാല പിടിച്ചത് കണ്ടിട്ടുണ്ടാവും. മൈൻഡ് ചെയ്യണ്ട കേട്ടോ. എൻ്റെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയതായിരുന്നു. അങ്ങനെ ഇതെല്ലാം ഒന്ന് മീറ്റെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു 5-6 വിസിലെന്തോ കൊടുത്തായിരുന്നെന്ന് തോന്നുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം മിക്സ് ചെയ്ത് മസാലയിലേക്കൊക്കെ മിക്സ് ചെയ്തു. നല്ലോണം തിളയ്ക്കാൻ വിട്ട്, തിളയ്ക്കാൻ കുറച്ചധികം സമയം വേണമല്ലോ. ഞാനിങ്ങനെ ഈ കറി വെക്കുമ്പോൾ സ്പെഷ്യലി ഇങ്ങനെ മട്ടൻ അങ്ങനത്തെ കറി വെക്കുമ്പോൾ കുറച്ചധികം വെള്ളം വെച്ചിട്ട് അതിനെ ഇങ്ങനെ വറ്റാൻ വിടും. വറ്റി നല്ലോണം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ വറ്റി കുറച്ച് തിക്കായിട്ട് വരണം. അങ്ങനെ വരുമ്പോൾ കറിക്ക് കുറച്ച് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സോ അതങ്ങനെ അവിടെ വിട്ടിട്ട് ഞാൻ ഇന്നലെ അലക്കിയിട്ട് ഉണങ്ങിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി റൂമിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് പിന്നെ ഇന്നിപ്പോൾ അലക്കിയ തുണികൾ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം കൊണ്ടുവന്നിട്ടൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് വിറ്റു. ഇങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സൈഡിൽ ഞാൻ എൻ്റെ ഒരു കുഞ്ഞു പ്ലാന്റ് കണ്ടു കേട്ടോ. ഞാൻ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ ആ പ്ലാന്റ് ഇവിടെ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നി ഈ വീഡിയോയിൽ ആ പ്ലാന്റ് കാണാൻ പറ്റുന്നില്ല. ഞാൻ എപ്പോഴെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ആൻഡ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ മടുത്തു. ഒരു എനർജി ഡ്രിങ്ക് ഒക്കെ എടുത്ത് ഞാൻ ഇരുന്നു. ആ സമയമായപ്പോഴത്തേക്ക് കറി ഏകദേശം റെഡിയായി. പിന്നെ ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു മൂടും ഇല്ല. ഞാൻ അവിടെ നിർത്തി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്